ഹലോ ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഇതാ ഹോട്ടലിലാണ് ഉള്ളത്. ഞങ്ങൾ റെഡി ആയിട്ട് ഇനി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും റെഡി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒന്ന് ഇറങ്ങി നടന്ന് വരാമെന്നപ്പോഴേക്കും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ രാത്രി ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരായിരുന്നു, ഫുൾ ബഹളമായിരുന്നു. രാത്രി കുറേ സമയത്തേക്ക് പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരു 11 വരെയൊക്കെ ഫുൾ പാട്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. പക്ഷേ രാവിലെ തന്നെ എല്ലാവരും നേരത്തെ എണീച്ചു. ഞങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയായി. അപ്പം ഇവിടെ ഇപ്പോൾ മൊത്തം ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചാൽ ഒന്ന് ഹോട്ടലിൻ്റെ പുറത്തുകൂടി ഒന്ന് നടന്ന് വരാൻ നല്ല രസമായിരുന്നല്ലോ. എന്നാൽ രാത്രി നടന്നപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര രസമുള്ള കാലാവസ്ഥയാണ് കേട്ടോ. അധികം തണുപ്പില്ല, ചൂടും അങ്ങ് പോയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എപ്പം പുറത്തിറങ്ങി നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളിനി നേരെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. ഇന്നും ഈസ്റ്ററിൻ്റെ ഇത് തന്നെ ആയതുകൊണ്ട് മിക്ക ഷോപ്പും ക്ലോസ്ഡ് തന്നെയാണ്. ഏതെങ്കിലും KFCയോ മക്ഡൊണാൾഡോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പോകണം. അങ്ങനെ ഞങ്ങളിതാ നേരെ മക്കാസ് പോയി ഇവരവിടെ നിന്ന് കളിക്കാം കേട്ടോ. ഇന്നിപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ ബർഗർ തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നേരെ ഒരു അഡ്വഞ്ചർ പാർക്കിലേക്ക്, ടൊബാഗൻ ഹിൽ പാർക്ക് എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെ കുട്ടികൾക്കായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം കുട്ടികളൊക്കെ അവിടെ കുറേ എൻജോയ് ചെയ്തു, കുറേ നേരം കളിച്ചു. പിന്നെ നമുക്കും ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇവിടെ കളിക്കുന്ന നേരത്തെ ഞങ്ങൾ അവിടെ ഒരു ക്യൂവിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു ഒരു ഹില്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്ന ഇതിന് വേണ്ടിയിട്ട്. അത്രയും ക്യൂ ആയിരുന്നു, അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു ഇതിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടോ. ഒരു മണിക്കൂർ, ഏകദേശം 1.5 മണിക്കൂർ അവിടെ നിന്നു. അങ്ങനെ പക്ഷേ അതിന് മാത്രമുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിട്ടോ. ഈ ഒരു മലേൻ്റെ മുകളിലേക്ക് ഇപ്പോൾ അങ്ങനെ കയറുകയാണ്. കയറുമ്പോൾ നമ്മളൊന്നും കൺട്രോളൊന്നും ചെയ്യേണ്ട, ഒരു ലിഫ്റ്റ് ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായി കയറിക്കോളും. പക്ഷേ തിരിച്ച് വരുമ്പോൾ ഇറങ്ങിയാണ് വരിക. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യണം സ്പീഡൊക്കെ. ഏകദേശം അതിനൊരു ഹാൻഡിൽ പോലൊരു സാധനം ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇതിങ്ങനെ ബാക്കോട്ട് വലിക്കുമ്പോൾ സ്പീഡ് കുറയും, നിൽക്കും. മുന്നോട്ട് വരുമ്പോൾ സ്പീഡ് കൂടും. അങ്ങനെയാണ് പോകേണ്ടത്. അപ്പം ബാക്കിൽ അല്ലിയും ഒക്കെയാണ്. അല്ലി എന്നെ അറക്കെ അങ്ങനെ വിളിക്കുകയായിരുന്നു. ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ തിരിച്ച് വരേണ്ടത്. കുറേ ചുറ്റിയിട്ട് ഈ ഒരു വഴി കൂടി തിരിച്ച് നമ്മൾ കയറിയ ഭാഗത്ത് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു റൈഡ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത റൈഡാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ലഞ്ച് കഴിക്കാൻ പോകണം. എങ്ങനെയോ തപ്പിപ്പിടിച്ചൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അവിടെ എത്തണം. പിന്നെ ഇന്ന് രാവിലെയൊക്കെ ഒരു ബർഗർ അതൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു. കുറേ സമയത്തിന് ശേഷം ഫുഡ് കഴിച്ചത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.